ഗൈസ് ഞാൻ അങ്ങനെ ഭൂട്ടാൻ ബോർഡറിലെത്തി. ഇതാണ് ഭൂട്ടാൻ ബോർഡർ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയിലാണ്. അകത്ത് കയറാൻ പറ്റും നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നേരത്തെ കണ്ട ബോർഡറിൻ്റെ എൻട്രി വണ്ടിക്ക് മാത്രമേ ഉള്ളൂ. നടന്നു പോകാനുള്ള എൻട്രി അവിടെയാണ്, കണ്ടില്ലേ. അപ്പോൾ ഇനി ആ വീടൊക്കെ സമ്മതിച്ചില്ല, നേരത്തെ മിലിറ്ററിക്കാർ വന്നത് സമ്മതിച്ചില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബോർഡർ ക്രോസ് ചെയ്യണം. പാസ്പോർട്ട് വേണം കേട്ടോ ക്രോസ് ചെയ്യാൻ. പാസ്പോർട്ടോ അല്ലെങ്കിൽ വോട്ടർ ഐ ഡി വേണം. ആധാർ കാർഡ് പറ്റില്ല. ആധാർ കാർഡ് കൊടുത്തപ്പോൾ അത് സമ്മതിച്ചില്ല. പാസ്പോർട്ട് അല്ലെങ്കിൽ വോട്ടർ ഐ ഡി ചോദിച്ച് പിന്നെ വലിയ ചെയ്യുന്നുണ്ടായിരുന്നില്ല. കേരള കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഒറ്റയ്ക്കാണ് ചോദിച്ചപ്പോൾ നമ്മൾ ബോർഡർ നടക്കുക. ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം. അവിടെ ഭൂട്ടാൻ പോലീസും ചെക്ക് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ ആർമിയും ചെക്ക് ചെയ്തിട്ടുണ്ട്. തിരിച്ച് ഭൂട്ടാനിൽ കയറിക്കൊണ്ടിരിക്കുക. ഇനി ചെക്കിങ് ഉണ്ടാവുമോ എന്നറിയില്ല. നമ്മളിതാ ഭൂട്ടാനിൽ കയറി. ഇപ്പോൾ ഉള്ളത് ഭൂട്ടാൻ്റെ അകത്താണ്. ഇതാണ് ഗൈസ് നമ്മളിപ്പോൾ ഇതിലാണ് ഇറങ്ങിയത്, പെഡിസ്ട്രിയൻ ടെർമിനൽ. നമുക്ക് പാസ്പോർട്ടിൽ സ്റ്റാമ്പ് കിട്ടില്ല. ഞാൻ ചോദിച്ചു നോക്കി, ഒരു 24 അവർ മാത്രമാണ് എനിക്ക് കിട്ടിയത്. അല്ലാതെ എടുക്കുകയാണെങ്കിൽ നമ്മൾ 4 ദിവസത്തേക്ക് അങ്ങാണ്ട് ഇ വിസ എടുക്കണം. വിസ വേണം, പിന്നെ എന്താ പറയുക, ഗൈഡ് വേണം, പെർമിറ്റ് വേണം, കുറേ ഇഷ്യൂസൊക്കെയാണ്. ഇതിപ്പോൾ 24 അവർ ജസ്റ്റ് മാത്രം നമുക്ക് ഇവിടെ അടുത്തുള്ള ചില സ്ഥലങ്ങൾ മാത്രം കാണാം. 24 അവറിലേക്കാണ് ഇത് ഇപ്പോൾ കിട്ടിയത്. അതിന് മുമ്പ് കയറണം എന്തായാലും ചിന്തയിലോട്ട്. അപ്പോൾ ഇതാണ് ഗൈസ് ഭൂട്ടാൻ. നല്ല വൃത്തിയും ആൾക്കാരൊക്കെ ഭയങ്കര കുറവാട്ടോ ഇവിടെ.